ഞാൻ ഇന്ത്യയുടെ ഔട്ട്ലൈൻ മാപ്പിൽ വരയ്ക്കുന്നത് പെൻസിൽ പ്ലേറ്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് ബേ ഓഫ് ബംഗാളിലേക്ക് ഒഴുകി പോകുന്ന നദികളെക്കുറിച്ചാണ്. അതിൽ ഒന്നാമത്തെ നദി എന്ന് പറയുമ്പം ഗോദാവരിയാണ്. അത് വെസ്റ്റേൺ ഗാട്സിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് മഹാരാഷ്ട്ര, തെലങ്കാന, ആന്ധ്രയിലൂടെ ഒഴുകി ബേ ഓഫ് ബംഗാളിലേക്കാണ് പോകുന്നത്. അടുത്ത റിവർ കൃഷ്ണ നദിയാണ്. അത് ഒറിജിനേറ്റ് ചെയ്യുന്ന മഹാരാഷ്ട്രയിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശിലൂടെ ഒഴുകിയാണ് പോകുന്നത്. അടുത്ത റിവർ മഹാനദിയാണ്. അത് 2 സ്റ്റേറ്റാണ്, ഛത്തീസ്ഗഡ്, ഒഡീഷയിലൂടെയാണ് ഒഴുകി പോകുന്നത്. അടുത്ത റിവർ കാവേരിയാണ്. അത് കർണാടക, തമിഴ്നാട്ടിലൂടെ ഒഴുകി പോകുന്ന നദിയാണ്. അടുത്ത റിവർ ബ്രാഹ്മണിയാണ്. അത് ജാർഖണ്ഡ്, ഒഡീഷയിലൂടെ ഒഴുകി ബേ ഓഫ് ബംഗാളിലേക്ക് പോകുന്ന നദിയാണ്. അടുത്ത നദി എന്ന് പറയുമ്പം പെന്നേരു. അത് കർണാടക, ആന്ധ്രാപ്രദേശിലൂടെ ഒഴുകി ബേ ഓഫ് ബംഗാളിലേക്ക് ഒഴുകി പോകുന്ന നദിയാണ് പെന്നേരു, അല്ലെങ്കിൽ പെന്നാർ എന്നും വിളിക്കാം നദിയെ. ഈ നദികളെല്ലാം വരയ്ക്കുന്ന ലെങ്തിൻ്റെ ബേസിലാണ്, കിലോമീറ്റർ ഒഴുകുന്നതിൻ്റെ ബേസിലാണ് ഇത് ആദ്യം ഞാനിവിടെ വരയ്ക്കുന്നത്. അടുത്ത റിവർ എന്ന് പറയുമ്പോൾ ലെങ്തിൻ്റെ ബേസിൽ ഇനി അടുത്ത റിവർ പൊന്നിയാർ എന്നുള്ള റിവറാണ്. അത് കർണാടക, തമിഴ്നാടിലൂടെ ഒഴുകുന്ന നദിയാണ്. അടുത്ത റിവർ സുബർണരേഖ എന്നുള്ള നദിയാണ്. അത് ഒഡീഷ, വെസ്റ്റ് ബംഗാളിലൂടെയൊക്കെ, ജാർഖണ്ഡിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് ഒഡീഷ, വെസ്റ്റ് ബംഗാളിലൂടെ ഒഴുകി ബേ ഓഫ് ബംഗാളിൽ ഒഴുകി പോകുന്ന നോർത്തേൺ മോസ്റ്റ് ഈസ്റ്റ് ഫ്ലോയിങ് റിവറാണ്. അടുത്ത ഈ റിവേഴ്സിൻ്റെ എല്ലാം ലെങ്ത്, ഏറ്റവും വലിയ നദി ഗോദാവരി 1450 കിലോമീറ്ററാണ് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്. 1465 കിലോമീറ്ററാണ്. രണ്ടാമത്തത് കൃഷ്ണ റിവർ. അത് 1400 കിലോമീറ്ററാണ് ടോട്ടൽ ലെങ്ത്. അത് കഴിഞ്ഞാൽ മഹാനദിയാണ്. അത് 857 കിലോമീറ്ററാണ് അതിൻ്റെ ടോട്ടൽ ലെങ്ത്. അത് കഴിഞ്ഞാൽ കാവേരിയാണ്. അത് 800 കിലോമീറ്ററാണ്. കാവേരി 800 കിലോമീറ്ററാണ് ടോട്ടൽ ലെങ്ത്. അത് കഴിഞ്ഞാൽ ബ്രാഹ്മണി, അതിൻ്റെ ടോട്ടൽ ലെങ്ത് 795 കിലോമീറ്ററാണ്. അത് കഴിഞ്ഞാൽ പെന്നേരു 597 കിലോമീറ്ററാണ്. കർണാടകയിൽ നിന്നാണ് അത് ഒറിജിനേറ്റ് ചെയ്യുന്നത്. 597 കിലോമീറ്ററാണ് അതിൻ്റെ ടോട്ടൽ ലെങ്ത്. അത് കഴിഞ്ഞാൽ പൊന്നിയാറാണ് അടുത്ത ലോങ്ങസ്റ്റ് റിവർ. 450 കിലോമീറ്ററാണ്. കാവേരിക്കും പെന്നേരുവിനും ഇടയ്ക്കാണ് പൊന്നിയാർ ഒഴുകുന്നത്. ചെന്നൈ, കാഞ്ചീപുരം മേഖലയിലൂടെയാണ്